ഈ ആഴ്ച ലോകത്ത് തന്നെ വലിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് അഭ്യൂഹം പരക്കുന്നത്. അപ്പോൾ ഇറാൻ യുദ്ധമുഖത്തേക്ക് ഇറങ്ങരുതെന്ന് യൂറോപ്യൻ യൂണിയൻ ഒരു വാർണിംഗ് പോലെ പറയുന്നു. പക്ഷേ ഇറാൻ അത് തള്ളി. ഈ സമയത്ത് ഇസ്രയേൽ ഗസയിലേക്കുള്ള ആക്രമണം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആക്രമണ പരമ്പരകൾ തുടരും എന്നാണോ? അപ്പോൾ അമേരിക്ക പറയുന്നു അവരുടെ അന്തർവാഹിനിയും വിമാനങ്ങളും എല്ലാം തന്നെ ഇസ്രയേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അങ്ങോട്ട് നീങ്ങുന്നു എന്ന് പറയുന്നു. ലോകം മൊത്തം സമാധാനം നിലനിൽക്കുന്ന ഒരു ദിവസം, അങ്ങനെ ഒരു ദിവസം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ലോകത്തെവിടെയെങ്കിലുമൊക്കെ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കും. കുറഞ്ഞതൊരു 50 യുദ്ധങ്ങൾ ഒരു സമയത്ത് ഏത് ദിവസം എടുത്തു കഴിഞ്ഞാൽ ഒരു 50 യുദ്ധങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു ജനറൽ കണക്ക് പറയാറുണ്ട്. കൃത്യം ഞാനിനി നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ, പക്ഷേ ഉണ്ട്. കോൺഫ്ലിക്റ്റ് ആണ് ലോകത്തിൽ എപ്പോഴും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മൊത്തം ലോകസമാധാനം എന്ന് പറഞ്ഞൊരു ഇവൻറ്റില്ല, അതൊരു പ്രോസസ്സാണ്. ലോകസമാധാനത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, വീണ്ടും ശ്രമിക്കുന്നു. ഇതാണ് അവസ്ഥ. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. എന്ത് സംഭവിച്ചു എന്നാണ് ഇറാൻ? എന്തിന് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കണം? ഇറാനിൽ വെച്ച് മറ്റേ ഹനിയ, ഇസ്മായിൽ ഹനിയ, അയാൾ കൊല്ലപ്പെട്ടു. ശരി, അതിന് പേരിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ന്യായം എന്താ? ഇസ്രായേൽ ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുമില്ല ഇതുവരെ. ആര് കൊന്നു, ഒഫീഷ്യലി ആര് കൊന്നു എന്നറിയില്ല. പിന്നെ എന്ത് പറഞ്ഞിട്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും? ന്യായം എന്താ? ഒന്ന്, അവർ തമ്മിൽ വഴക്കെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇറാനും ഇസ്രായേലും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ടോ? ഇല്ല. സാധാരണ രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി ഉള്ളതുകൊണ്ടാണ് വഴക്കുണ്ടാവാറ്. അതിർത്തിയില്ല. മറ്റെന്തെങ്കിലും വ്യാപാര താല്പര്യങ്ങളിൽ ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഇസ്രായേലിന് കിട്ടാനുള്ള കോൺട്രാക്റ്റ് ഇറാൻ തട്ടിയെടുത്തു, എന്നാൽ പിന്നെ ഇറാൻ അങ്ങനെയുമില്ല. ഒരു കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ പൊതുവെ ആ ഭാഗത്ത് വരാറുള്ളത് എണ്ണക്കിണറുകളെ ചൊല്ലിയുള്ള തർക്കവും സംഗതിയൊക്കെ, കടലിലുള്ള ആധിപത്യത്തിന്. അങ്ങനെ ഒരു ആധിപത്യത്തിന് ഇസ്രായേലും ഇറാനും തമ്മിൽ മത്സരമുണ്ടോ? അതും ഇല്ല. ദൂരം വല്ലാതെ ഉണ്ട് താനും. പിന്നെ എന്താ ഇവർ തമ്മിൽ ശത്രുതയ്ക്ക് അടിസ്ഥാനം? ഈ ഇസ്രായേൽ കൊല്ലുന്നു എന്ന് പറയുന്ന പാലസ്തീനികൾ അവർ മുഴുവൻ സുന്നികളാണ്. ഇറാനിൽ ഷിയാക്കളാണ്. ഷിയായ്ക്ക് സുന്നിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, തിരിച്ചും അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാരണവും പറയാനില്ല. പിന്നെ എന്താ ഇറാൻ ഇസ്രായേലിനോട് ദേഷ്യം? ആകെയുള്ള ദേഷ്യം ഒരു 4 ഇറാൻ ജനറൽമാരെ ഇസ്രായേൽ ഡമാസ്കസിൽ വെച്ച് കൊന്നിരുന്നു ഒരു 2-3 മാസം മുമ്പ്. കൊല്ലാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരവിടെ ഇരുന്നിട്ട്, ഇവർ ഇറാൻ ഇൻ്റലിജൻസിനെയാണ്, അവർ അവിടെ ഇരുന്നിട്ടാണ് ഈ ഹിസ്ബുള്ളയെയും ഹൂത്തിയെയും കൊണ്ട് ഈ പോക്കൃത്തരെല്ലാം ചെയ്യിക്കുന്നത് എന്ന് ഇസ്രായേലിന് മനസ്സിലായി. അവർ കറക്റ്റ് ഈ 4 പേരിരുന്ന ഒരു ബിൽഡിംഗ് മാത്രം തകർത്ത് ബോംബിട്ട് തിരിച്ചു വന്നു. ഇതാണ് ഇസ്രായേൽ ചെയ്തത്. അന്ന് ഇറാൻ പറഞ്ഞു ഇത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറാൻ ആകാശത്തേക്ക് ഒരു മിസൈൽ വിട്ടു. ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ അത് നിർവീര്യമാക്കുകയും ചെയ്തു. കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇറാൻ കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞങ്ങളുടെ റിട്ടാലിയേഷൻ ഈസ് ഓവർ, ഇനി അതിന് മുകളിലേക്ക് ഇത് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അങ്ങനെ ശാന്തമായിട്ട് നിൽക്കുമ്പോഴാണ് ഇസ്മായിൽ ഹനിയയുടെ സംഭവം. ഈ ഇസ്മായിൽ ഹനിയയോട് ഇറാന് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. അവർ ഒരുപാട് പേര് അവരുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആൾ അതിൻ്റെ ഉദ്ഘാടനം എന്തോ പരിപാടിക്ക് ഒരുപാട് പേരെ വിളിച്ചു. അക്കൂട്ടത്തിൽ ഈ ഇസ്മായിൽ ഹനിയയും വിളിച്ചു. കാരണം അവർക്ക് ഹമാസിനോട് വിരോധമൊന്നുമില്ല, അതുകൊണ്ട് അയാളെയും വിളിച്ചു. ഇന്ത്യയിൽ നിന്നും ആൾ പോയിരുന്നു. എനിക്ക് തോന്നുന്നു ഡോക്ടർ ജയശങ്കറോ അതോ ഗഡ്കരിയോ സംബടി, ഭാരതത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോയി. പ്രധാനമന്ത്രി പോയില്ല, പക്ഷേ ഒരാളിനെ വിട്ടിരുന്നു, ക്യാബിനറ്റ് മിനിസ്റ്ററെ വിട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നടന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ആക്രമിക്കുന്നൊക്കെ പറയും, കാരണം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണല്ലോ. നമ്മളുടെ അതിഥിയായിട്ട് വന്ന ഒരുത്തനെ വേറൊരുത്തൻ കൊന്നു കളയുമ്പോൾ. പക്ഷേ ഫലത്തിൽ ഇത് വന്നു കഴിയുമ്പോൾ ഇസ്രായേൽ ചോദിക്കുക എന്താ പ്രശ്നം? ഞാൻ അങ്ങനെ തൊട്ടിട്ടൊന്നുമില്ല, കൊന്നിട്ടുമില്ല, ഞാനത് ഏറ്റിട്ടുമില്ല. കാരണം ഇസ്രായേലിലൊരു സ്വഭാവമുണ്ട്, അവർ കൊന്നു കഴിഞ്ഞാൽ അവരെ ഏൽക്കും, ഞങ്ങൾ തന്നെയാണെന്ന്. ഏത് ദൂരെ പോയി ഒളിച്ചിരുന്നാലും അവർ വന്ന് തട്ടും. തട്ടിയിട്ട് പറയും ഞങ്ങൾ തന്നെയാണ് തട്ടിയത്, അവനെ ഞങ്ങൾ നേരത്തെ
നോക്കി വെച്ചതാണെന്ന് പറയും. ആ സ്വഭാവക്കാരാണ് ഇസ്രായേൽ. ഇതിൽ ഇസ്രായേൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു തൊടിന്യായം പോലും ഇറാൻ ഇല്ല. ഇതൊന്ന് ഇപ്പോൾ ഈ ഗാസ എന്ന് പറയുന്ന മൊത്തം ഈ ഗാസ കോൺഫ്ലിക്റ്റിൽ മരണം 40,000ആയി, ഒന്നും രണ്ടുമല്ല. 1200 ഇസ്രായേലികൾ കൊന്നതിന് പകരമാണ് ഈ 40,000 എത്തിയിരിക്കുന്ന മരണം ഇവരുടെ പാലസ്തീൻകാരൻ്റെ അല്ലെങ്കിൽ ഹമാസിൻ്റെ. അതിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെയുണ്ട്. ബട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്രായേൽ പട്ടാളം സ്ത്രീകളെ ബലാത്കാരം ചെയ്യുന്നില്ല. ഒരൊറ്റ സംഭവവും ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല. ചെയ്തുമില്ലെന്ന് എനിക്കറിഞ്ഞു, ചെയ്തതായിട്ട് പുറത്തു വന്നിട്ടില്ല. ബട്ട് ഹമാസ് ചെയ്തതോ, ഹമാസ് ആ ഒറ്റ രാത്രി കൊണ്ട് എത്ര സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. അതാണ് ഇസ്രായേലിൻ്റെ ഒരു സംസ്കാരം. അവർ തിരിച്ചടിക്കുന്നുണ്ട്, ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷേ അതിൽ പോലും സ്ത്രീകളോടൊരു പരിഗണനയുണ്ട്. കൊന്നുകളയും, പക്ഷെ ബലാത്കാരം ചെയ്യില്ല, മാനം നഷ്ടപ്പെടുത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് ഇസ്രായേലുകാർ. അവർ ഇപ്പോൾ ലെബനനെ അവർ ആട്ടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഹിസ്ബുള്ളയെ ലെബനന് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. സാരമില്ല, ഞങ്ങൾ നിയന്ത്രിക്കാം. അടിച്ച് മെനക്കേടാക്കി കളഞ്ഞു കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ലെബനിലുള്ള അമേരിക്കക്കാരെല്ലാം ഒന്നുകിൽ തിരിച്ചു വരണം അല്ലെങ്കിൽ കരുതിയിരിക്കണം എന്ന് പറഞ്ഞ് അമേരിക്ക അഡ്വൈസറി കൊടുത്തിരിക്കുന്നു. ഇതാണ് ലെബനിലെ സ്ഥിതി. അപ്പോൾ ഇതിനകത്ത് ഇറാൻ ഒരു കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇറാന് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അതിർത്തിയിലും സംഭവിച്ചിട്ടില്ല, സൈക്കോളജിക്കലും സംഭവിച്ചിട്ടില്ല. അവർ ചുമ്മാ പിന്നെ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി അവർ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഇപ്പോൾ ദിവസം എത്രയായിരുന്നേ, ഇസ്മായിൽ ഹനിയെ കൊന്നിട്ട് ദിവസം എത്രയായി? ഇറാനങ്ങ് ആക്രമിക്കരുതോ ഇസ്രായേലിനെ? ചെയ്യില്ല. അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് പ്രതീക്ഷിക്കേണ്ട, നോക്കണ്ട. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ ഇസ്രായേൽ കൃത്യമായിട്ട് ഈ ഗാസയിലേക്ക് ബോംബാക്രമണം നടത്തുന്നുണ്ട്. അവരുടെ ലക്ഷ്യം ഹമാസാണ്. അപ്പോൾ ഈ ഒരു ലക്ഷ്യം, ഈ ഒരു സംഘർഷാവസ്ഥ അവിടെ ഒരിടത്ത് ടെൻഷനായിട്ട് നിൽക്കുമ്പോൾ മറുവശത്ത് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണോ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ക്ലീൻ ചെയ്തല്ലോ. ഇസ്രായേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ, ഈ കോൺഫ്ലിക്റ്റ് ഫ്രീ സോൺ, അത് കിലോമീറ്റർ കണക്കിന് നീളവും വീതിയുള്ള സോൺ ഉണ്ടാക്കിയിട്ട് അവിടെ ഈ പറഞ്ഞ പാലസ്തീൻകാരെ താമസിക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. ഹമാസ് അല്ല എന്നുറപ്പുള്ളവരെയൊക്കെ അവിടെയാണ് അവർ താമസിച്ചിരിക്കുന്നത്. 22 ലക്ഷം ആളുകളാണ് ഇതിൽ ഗാസയിൽ. ആ 22 ലക്ഷത്തിൽ 19 ലക്ഷത്തെയും ഹമാസ് അല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഈ ഏരിയയിലേക്ക് ഇസ്രായേൽ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ബാക്കി 3 ലക്ഷം, 2.25-3 ലക്ഷമാണ് ഇപ്പോൾ ഈ കോൺഫ്ലിക്റ്റിൽ കിടന്ന് ഗുസ്തി പിടിക്കുന്ന ആൾക്കാർ. അതിൽ തന്നെ ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത് 10-40,000 എണ്ണം വരും ഇനിയും. ബാക്കിയൊക്കെ ഹമാസിനോട് അനുഭാവമുള്ള ആളുകൾ, അവരെ താമസിപ്പിക്കുക, തുരങ്കത്തിൽ കൊണ്ടുപോയി അവർക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇത് ഇവരെയും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടെ ഗാസ അവസാനിക്കും. പക്ഷേ അതിന് 7-8 മാസം കൂടെ എടുക്കും എന്നാണ് നെതന്യാഹു പറയുന്നത്. പെട്ടെന്നൊന്നും തീരെയില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. അത്രയധികം ഒളിത്താവളങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് താമസിക്കുന്നു. ഇപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇതിലിപ്പോൾ ഇറാൻ ഇടപെട്ടിട്ട് ഇറാൻ നേടാനുമില്ല, ഒന്നുമില്ല. വെറുതെ ഒരു കോൺഫ്ലിക്റ്റ് എടുത്ത് തലയിൽ വയ്ക്കാമെന്നേ ഉള്ളൂ. ഹിസ്ബുള്ളയും ഹമാസും ഇറാനും ലെബനും എല്ലാവരും ചേർന്നിട്ട് ശക്തമായ ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തും. അതുകൊണ്ടാണ് അമേരിക്ക അവരുടെ അന്തർവാഹിനി ഉൾപ്പെടെയുള്ള കപ്പലുകൾ അങ്ങോട്ടേക്ക് അയക്കുന്നു. വിമാനങ്ങളെല്ലാം തന്നെ, യുദ്ധവിമാനങ്ങൾ തയ്യാറായി ഇസ്രായേലിനെ സഹായിക്കാനായി നിലകൊള്ളുന്നു. എന്തിനാണ് പിന്നെ അങ്ങനെയൊക്കെയുള്ളൊരു അത് ഞങ്ങൾ കുറച്ചുകൂടെ ഇസ്രായേലിൻ്റെ കൂടെയാണ് എന്ന് കാണിക്കാനാണ്. ആവശ്യമുള്ളൊരു കാര്യമൊന്നുമല്ല അത്. അമേരിക്കയ്ക്ക് അവിടെ ആവശ്യം പോലെ ബേസുണ്ട്. ആ ഭാഗത്തെല്ലാം തന്നെ അമേരിക്കയ്ക്ക് പലവിധ ബേസുകളുണ്ട്. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഖത്തറിൽ വരെ അമേരിക്കയുടെ ബേസുണ്ട്. അപ്പോൾ അമേരിക്കയുടെ കപ്പൽപ്പടയും വിമാനമൊക്കെ ആയിട്ട് പ്രത്യേക അവിടെ പോകേണ്ട കാര്യമില്ല. ഈ സാധനങ്ങളൊക്കെ അവിടെ എത്തുന്നുണ്ട്. മിനിമം അവരുടെ എയർഫോഴ്സെങ്കിലും അവിടെയുണ്ട്. ഇതിപ്പോൾ കാണിക്കുന്നത് ഞങ്ങളാണ് നമ്പർ 1, ഇസ്രായേലിനെ അങ്ങനെ ഇല്ലാതാക്കാം എന്നാരും വിചാരിക്കേണ്ട എന്നൊരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അബദ്ധവശാലെങ്ങാനും ഇറാന് തോന്നുകയാണ് ഇസ്രായേലിനെ ട്രെൻഡ് പൊട്ടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുണ്ട് കേട്ടോ, വെറുതെ കയറി ചൊറിയല്ലേ എന്നുള്ള ഒരു സിഗ്നൽ അത് കൊടുക്കാനായിട്ടാണ് ഈ കപ്പൽ എക്സർസൈസ്. അല്ലാതെ ആവശ്യം ഉണ്ടായിട്ടൊന്നുമില്ല. അതില്ലാതെ തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ അമേരിക്കയ്ക്ക് പറ്റും. അതിനുള്ള സ്ട്രെങ്ത് അവർക്ക് അവിടെ ഉണ്ട്.
ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടോ? അപ്പോൾ എന്ത് പറഞ്ഞാലും പശ്ചിമേഷ്യൻ മേഖലയിൽ അങ്ങനെ ഒരു യുദ്ധസമാനമായ സാഹചര്യമൊന്നുമില്ല. അൺറസ്റ്റ് ഉണ്ട്, അസ്വസ്ഥതകളുണ്ട്. അല്ലാതെ യുദ്ധം അല്ലെങ്കിൽ യുദ്ധസമാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള എമർജൻസികളൊന്നും അവിടെയില്ല. എക്സെപ്റ്റ് ഈ രൂക്ഷമായ ഗാസ, അതൊരു പ്രശ്നം തന്നെയാണ്. വളരെ രൂക്ഷമായ കോൺഫ്ലിക്റ്റാണ് അവിടെ നടക്കുന്നത്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഗാസ, ലെബനൻ, ഈ രണ്ടെണ്ണം എടുക്കുക. അതല്ലാതെയുള്ള സ്ഥലത്ത് ജോർഡാൻ പീസ്ഫുള്ളാണ്, ഈജിപ്റ്റ് പീസ്ഫുള്ളാണ്, സൗദി അറേബ്യ പീസ്ഫുള്ളാണ്, UAE പറയുകയും വേണ്ട. അപ്പോൾ സമാധാനം ഇപ്പോൾ ഏകദേശം ഈ പറഞ്ഞ രാജ്യങ്ങളിലുണ്ട്. സമാധാനം നഷ്ടപ്പെട്ടിട്ടുള്ളത് യൂറോപ്പിലാണ്. യൂറോപ്പിൽ ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി സകലവരും ഈ ഇമിഗ്രൻസിനെ കൊണ്ട് വിഷമിച്ച് നാശഭൂഷമായി അവർക്ക് കീഴടങ്ങി, റാഡിക്കൽ ഇസ്ലാമിന് കീഴടങ്ങി കഴിഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ, എക്സെപ്റ്റ് പോളണ്ട്. ബാക്കിയുള്ളവരുടെയൊക്കെ കാര്യം പോക്കാം. അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെ ഒരു യുദ്ധം നടന്നോട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, അവർക്കതിലൊരു താല്പര്യമില്ല. അവരവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുകയാണ്. ഇംഗ്ലണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇംഗ്ലണ്ട് പറഞ്ഞാൽ ഏതെങ്കിലും പട്ടി കേൾക്കുമോ? ഇംഗ്ലണ്ട് ഈസ് ഗോൺ. വെള്ളക്കാരൻ്റെ അപ്രമാദിത്വം ഇംഗ്ലണ്ടിൽ തന്നെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൂര്യൻ ഉദിക്കാത്ത സാമ്രാജ്യമായിട്ട് മാറി ഇംഗ്ലണ്ട്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഇറാൻ ആക്രമണം നടത്തുമെന്നുള്ളൊരു ടെൻഷൻ നിലനിൽക്കുന്നു. ഇസ്രായേൽ അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.